നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സഹകാരി PSC പഠിതാക്കൾക്കായി മലയാളം വൊക്കാബുലറി സീരീസ് ഒരു പരമ്പര ആരംഭിക്കുകയാണ്. മലയാളത്തിലെ പര്യായ പദങ്ങൾ, ഒറ്റപ്പദങ്ങൾ, ഇങ്ങനെ പദസമ്പത്തുമായി ബന്ധപ്പെട്ട വൊക്കാബുലറി സെക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പരമ്പര ആരംഭിക്കുകയാണ് ഇന്നു മുതൽ. ഇനി എല്ലാ ദിവസവും ഇത്തരത്തിൽ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായും നിങ്ങളത് കാത്തിരിക്കുകയും കാണുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി സഹകാരി റൈസ് പ്ലസിൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യും എന്ന് കരുതുന്നു. നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ പിന്നാലെ മറ്റ് ചോദ്യങ്ങൾ വരുന്നതാണ്. ആദ്യത്തെ ഒരു മുൻകാല ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്ന വാക്കിൻ്റെ പര്യായ പദം എഴുതുക. ആരാമം. ആരാമം. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ പ്രഭവം, സങ്കേതം, അരവിന്ദം, സരസ്, കേസരം, ബിസം, പൂന്തോട്ടം, ഉദ്യാനം എന്നിങ്ങനെയാണ്. താഴെ കൊടുത്തിരിക്കുന്ന വാക്കിൻ്റെ പര്യായ പദങ്ങൾ എഴുതുക. ആരാമം, ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? പൂന്തോട്ടം എന്നാണ്. പൂന്തോട്ടം. അപ്പോൾ ഇവിടെ പ്രഭവം, ഓപ്ഷൻ എ നോക്കിയാൽ പ്രഭവം, ആ വാക്കിൻ്റെ അർത്ഥം തുടക്കം, ആരംഭം അല്ലെങ്കിൽ സ്രോതസ് എന്നൊക്കെയാണ്. സങ്കേതം എന്ന വാക്കിൻ്റെ അർത്ഥം ഉപകരണം എന്നാണ്. സാങ്കേതികത അല്ലേ, ഉപകരണം എന്നാണ്. അപ്പോൾ അതല്ല, അത് പൂന്തോട്ടം എന്നല്ല. ഇനി ഓപ്ഷൻ ബി എടുത്താൽ അരവിന്ദം, ആ വാക്കിൻ്റെ അർത്ഥം താമര എന്നാണ്. സരസ് തടാകം, പൊയ്ക എന്നാണ്. അപ്പോൾ അതുമല്ല. ഇനി ഓപ്ഷൻ സി കേസരം, ആ വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഈ പൂവിൻ്റെ കേസരം, സ്റ്റെമൻസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. രണ്ട് ഈ കഴുത്തിലെ സട, അതാണ് കേസരം. അതുകൊണ്ടാണ് സിംഹത്തെ കേസരി എന്ന് പറയുന്നത്, കേസരമുള്ളവൻ. ബിസം എന്ന വാക്കിൻ്റെ അർത്ഥം താമരത്തണ്ട്, താമരനൂല് എന്നൊക്കെയാണ്. അപ്പോൾ ഓപ്ഷൻ സിയും ശരിയല്ല. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഉത്തരത്തിലെത്തി. ഓപ്ഷൻ ഡി പൂന്തോട്ടം, ഉദ്യാനം, അതാണ് ആരാമം എന്ന വാക്കിൻ്റെ പര്യായങ്ങൾ. പൂന്തോട്ടം, ഉദ്യാനം എന്നതാണ് തന്നിരിക്കുന്നതിലെ ശരിയുത്തരം. പൂക്കളുടെ തോട്ടമാണ് പൂന്തോട്ടം, അതാണ് ഉദ്യാനം, പൂങ്കാവ്, പുഷ്പവാടി, ആരാമം തുടങ്ങിയവ. ഇനി താമര എന്നർത്ഥം വരുന്ന വാക്കുകളാണ് പങ്കജം, ജലജം, സരോരുഹം, കഞ്ചം, വാരിജം, പത്മം, കമലം, നളിനം, സരോജം, അംബുജം, അരവിന്ദം, സരസിജം, പുഷ്കരം തുടങ്ങിയവ. പങ്കജം, പങ്കത്തിൽ നിന്ന് ജനിച്ചത്. പങ്കം എന്ന വാക്കിന് ചേറ് എന്നാണ് അർത്ഥം. ചേറ് ചെളി, ചെളിയിൽ നിന്ന് ജനിച്ചത്, പങ്കത്തിൽ നിന്ന് ജനിച്ചതാണ് പങ്കജം. ജലത്തിൽ നിന്ന് ജനിച്ചതാണ് ജലജം. സരസിൽ നിന്ന് ഉരുവം കൊണ്ടതാണ് സരോരുഹം. കഞ്ചം, വാരി, മഴ, വെള്ളം എന്നൊക്കെയാണ്. വാരിയിൽ നിന്ന് ജനിച്ചതാണ് വാരിജം. അതാണ് പത്മം, കമലം, നളിനം, ഇതെല്ലാം താമര എന്നർത്ഥം വരുന്ന വാക്കുകളാണ്. ഇനി പൂമൊട്ട് എന്നർത്ഥം വരുന്ന വാക്കുകളാണ് മൂക്കുളം, കലിക, കുട്മളം, അരിമ്പ്. ഇതെല്ലാം പൂമൊട്ട് എന്ന് വരുന്ന വാക്കുകളാണ്. മൂക്കുളം, കലിക, കുട്മളം, അരിമ്പ്. മൂക്കുളം പൂമൊട്ടാണെങ്കിലും ഒരക്ഷരം മാറി മൂക്കുരം എന്നായി പോയാൽ ആ വാക്കിൻ്റെ അർത്ഥം കണ്ണാടി എന്നാണ്. മൂക്കുരം കണ്ണാടിയാണ്, എന്നാൽ മൂക്കുളം പൂമൊട്ടാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം, അതായത് ആരാമം എന്നർത്ഥം വരുന്ന വാക്കുകൾ പൂന്തോട്ടം, ഉദ്യാനം എന്നിവയാണ്. അപ്പോൾ ഇത്തരം വാക്കുകളുടെ പര്യായങ്ങളുമായി തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇനിയും കണ്ടുമുട്ടാം, പര്യായ പരമ്പരയുമായി. എല്ലാവരും കാത്തിരിക്കുക, കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക.